ഹായ് ഹലോ എവ്രിവൺ. FIUGP മേജർ ഫിസിക്സിലെ ട്രാൻസിസ്റ്റർ എന്ന ചാപ്റ്ററിലെ പാർട്ട് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷർമെൻറ്റ് ഓഫ് ലീക്കേജ് കറണ്ട് ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സർക്യൂട്ട് ഫോർ ICO ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ട്രാൻസിസ്റ്റർ സർക്യൂട്ടുകളിലൂടെയും വളരെ ചെറിയ അളവിൽ ലീക്കേജ് കറണ്ട് ഉണ്ട്, എങ്കിലും മിക്കവാറും സന്ദർഭങ്ങളിൽ ഇത് വളരെ കുറവായതുകൊണ്ട് അവഗണിക്കാൻ സാധിക്കും. അതുപോലെ ബേസ് ഓപ്പൺ ആണ്, IB = 0, അതായത് ട്രാൻസിസ്റ്റർ ഇപ്പോൾ കട്ട് ഓഫ് അവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. ഇനി സാധാരണഗതിയിൽ IC = 0 ആയിരിക്കണം. എന്നാൽ മൈനോറിറ്റി കരിയേഴ്സ് കാരണം കളക്ടറിൽ നിന്ന് എമിറ്ററിലേക്ക് ചെറിയ രീതിയിൽ കറണ്ട് ഒഴുകുന്നു. ഇതിനെയാണ് ICEO എന്ന് വിളിക്കുന്നത്, കളക്ടർ ടു എമിറ്റർ കറണ്ട് വിത്ത് ബേസ് ഓപ്പൺ. ഇനി സിലിക്കൺ ട്രാൻസിസ്റ്ററുകളിൽ ഈ കറണ്ട് സാധാരണയായിട്ട് നാനോ ആംപിയർ റേഞ്ചിലാണ്. അതുപോലെ കേടുവന്ന ട്രാൻസിസ്റ്ററുകളിൽ പലപ്പോഴും നല്ല രീതിയിൽ ലീക്കേജ് കറണ്ട് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സർക്യൂട്ട് ഫോർ ICBO ടെസ്റ്റാണ്. അതായത് എമിറ്റർ ഓപ്പൺ ആയിരിക്കുമ്പോൾ IE = 0 ആയിരിക്കുമ്പോൾ കളക്ടറിൽ നിന്ന് ബേസിലേക്ക് ഒരു ചെറിയ കറണ്ട് ഒഴുകുന്നുണ്ട്. ഇതിനെയാണ് ICBO എന്ന് വിളിക്കുന്നത്, കളക്ടർ ടു ബേസ് കറണ്ട് വിത്ത് എമിറ്റർ ഓപ്പൺ. ഇനി ബേസ് കളക്ടർ ജംഗ്ഷനിലൂടെയുള്ള മൈനോറിറ്റി കരിയറുകളുടെ മൂവ്മെൻറ്റ് കാരണമാണ് ഈ ഒരു കറണ്ട് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ICBOയുടെ വാല്യൂ വളരെ കുറവായിരിക്കും. ഇനി ആ മെഷർമെൻറ്റിൽ ICBOയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ കളക്ടർ ബേസ് ജംഗ്ഷൻ ഷോർട്ട് ആകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു സർക്യൂട്ട് അറേഞ്ച്മെൻറ്റിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ആണ്. ഇതിൽ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. അതായത് കോൺസ്റ്റൻറ്റ് കളക്ടർ എമിറ്റർ വോൾട്ടേജിൽ ബേസ് കറണ്ടും ബേസ് എമിറ്റർ വോൾട്ടേജും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന കേർവാണ് ഇതെന്ന് പറയുന്നത്. മുകളിലെ ചിത്രത്തിൽ VCE നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തിയിട്ട് കണ്ടു. അതായത് ഫോർ എക്സാമ്പിൾ 10 വോൾട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ VBയിലൂടെ വാരിയസ് വാല്യൂസുകൾക്കനുസരിച്ചുള്ള ബേസ് കറണ്ട് IB രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ രേഖപ്പെടുത്താം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കിട്ടിയ വാല്യൂസ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക. ഇതിൽ Y ആക്സിസിൽ IBയും X ആക്സിസിൽ VBയും ആണ് ഉണ്ടാവുക. ഇത് ഫിഗറിലുള്ള പോലെ VCE = 10 വോൾട്ടിലുള്ള ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നൽകുക. ഇനി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് മേ ബി നോട്ടഡ് ഫ്രം ദ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ഫോർവേഡ് ബയാസ്ഡ് ഡയോഡ് കർവിനോട് സാമ്യമുള്ളതാണ്. ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് എമിറ്റർ ഭാഗം ഒരു ഡയോഡ് ആയതുകൊണ്ടും അത് ഫോർവേഡ് ബയാസ്ഡ് ആയതുകൊണ്ടും ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി കോമൺ ബേസ് അറേഞ്ച്മെൻ്റ് ആയിട്ട് കമ്പയർ ചെയ്താൽ VBക്കൊപ്പം IB വർദ്ധിക്കുന്നത് സാവധാനത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറയാൻ പറ്റും, ഒരു കോമൺ എമിറ്റർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഒരു കോമൺ ബേസ് സർക്യൂട്ടിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറയാൻ പറ്റും. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. അതായത് കോൺസ്റ്റൻറ്റ് VCE വോൾട്ടേജിൽ ചേഞ്ച് ഇൻ ബേസ് എമിറ്റർ വോൾട്ടേജ് ടു ദ ചേഞ്ച് ഇൻ ബേസ് കറണ്ട് ആണ് എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു കോമൺ എമിറ്റർ സർക്യൂട്ടിലെ ഇൻപുട്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 100 ഓം എന്ന ക്രമത്തിലായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് കോൺസ്റ്റൻറ്റ് IBയിൽ ICയും VCയും തമ്മിലുള്ള കേർവാണ് ഇതെന്ന് പറയുന്നത്. ബേസ് കറണ്ട് ഒരു നിശ്ചിത വാല്യൂവിൽ ഫിക്സ് ആക്കി നിർത്താം, എന്നിട്ട് VCയുടെ വാരിയസ് വാല്യൂസിനനുസരിച്ച് IC രേഖപ്പെടുത്തുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഇനി ഫോളോയിങ് പോയിൻറ്റ്സ് മേ ബി നോട്ട് ഫ്രം ദ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് VCE 0നും 1 വോൾട്ടിനും ഇടയിലായിരിക്കുമ്പോൾ മാത്രമേ IC VC അനുസരിച്ച് മാറുന്നുള്ളൂ. ശേഷം കളക്ടർ കറണ്ട് ഏതാണ്ട് കോൺസ്റ്റൻ്റ് ആവുകയും VCയിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആവുകയും ചെയ്യുന്നു. അതായത് VCE കൂടിയാലും കറണ്ടിൽ മാറ്റം വരുന്നില്ല എന്നാണ് പറയുന്നത്. IC VCക്ക് അനുസരിച്ച് മാറുന്ന VCയുടെ ഈ പരിധിയെ നീ വോൾട്ടേജ് എന്നാണ് വിളിക്കുന്നത്. ട്രാൻസിസ്റ്ററുകളെ എപ്പോഴും നീ വോൾട്ടേജിന് മുകളിലുള്ള റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് എബവ് നീ വോൾട്ടേജിൽ IC ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്. എന്നിരുന്നാലും VCE ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ICയിൽ ഉണ്ടാകുന്ന ചെറിയ വർധനവിന് കാരണം എന്തൊക്കെയാണ്? കളക്ടർ ഡിപ്ലീഷൻ ലെയർ വികസിക്കുന്നതും അതുപോലെ ബേസ് ഏരിയയിൽ ഇലക്ട്രോൺ ഹോൾ കോമ്പിനേഷൻ നടക്കുന്നതിന് മുമ്പ് കൂടുതൽ മെജോറിറ്റി കരിയറുകളെ അത് പിടിച്ചെടുക്കുന്നതുമാണ് എന്നാണ് പറയുന്നത്. ഇനി തേർഡ് പോയിന്റ് പറയുന്നത്
ഇനി വോൾട്ടേജിന് മുകളിലുള്ള വി സിയുടെ ഏത് വാല്യൂവിനും ഐ സി ഏകദേശം ബീറ്റ ഇൻറ്റു ഐ ബിക്ക് ഈക്വലാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. അതായത് ഡെൽറ്റ വി സിയും ഡെൽറ്റ ഐ സിയും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സി ബി സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഹൊറിസോണ്ടൽ ആണെങ്കിലും സി ഇ സർക്യൂട്ടിന് ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്. അതുകൊണ്ട് ഒരു സി ഇ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് സി ബി സർക്യൂട്ടിനേക്കാൾ കുറവാണ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ ഏകദേശം 50 കിലോ ഓംസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.